Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ കൊടുമ്പുഴ, കല്ലറ ആദിവാസി നഗറുകളിലെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിനും ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കും പരിഹാരം കാണുമെന്ന് നിലമ്പൂർ നോർത്ത് DFO പി കാർത്തികിന്റെ ഉറപ്പ്. CPI ഊർങ്ങാട്ടിരി ലോക്കൽ സെക്രട്ടറി VK ബഷീർ, കൊടുമ്പുഴ നഗർ നിവാസികൾ എന്നിവർ നിലമ്പൂർ നോർത്ത് DFO പി കാർത്തികുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. കൊടുമ്പുഴ നഗറിലെ മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ മധ്യഭാഗത്തു കൂടിയാണ് സോളാർ ഫെൻസിംഗ് നടത്തുന്നത്. അംഗീകരിക്കില്ലെന്നും തങ്ങളുടെ കൃഷിയിടവും വനാതിർത്തിയും പങ്കിടുന്ന പ്രദേശത്തു കൂടി ഫെൻസിംഗ് ഇടണമെന്നുമാണ് ആദിവാസി കുടുംബങ്ങൾ ആവശ്യപ്പെട്ടത്. ഇവരുടെ ആവശ്യം അംഗീകരിച്ച നിലമ്പൂർ നോർത്ത് DFO പി കാർത്തിക് ആദിവാസി ഭൂമിയിലൂടെ അവരുടെ അനുവാദത്തോടെ മാത്രമേ ഫെൻസിംഗ് നടത്തൂവെന്ന് ഉറപ്പു നൽകി. നിലവിൽ 7.5 കിലോമീറ്റർ ദൂരത്തിൽ 1 കോടി രൂപ ചിലവിലാണ് ഫെൻസിംഗ് നടത്തുന്നത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇതിന് പരിഹാരമായി നിർമ്മിക്കുന്ന ഫെൻസിംഗ് തങ്ങളുടെ കൃഷിഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നിവാസികളുടെ പ്രധാന പരാതി. ഇത് തങ്ങളുടെ ഉപജീവനത്തെയും സ്വൈരജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക അവർ ഉന്നയിച്ചു. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ലെന്നും ഇവർ DFOയ്ക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിവേദനത്തിലെ പ്രധാന ആവശ്യങ്ങൾ കളക്ടർക്കും നിവേദനമായി നൽകിയിരുന്നു. വനഭൂമിയുടെ അതിർത്തി എത്രയും പെട്ടെന്ന് സർവേ നടത്തി നിർണ്ണയിക്കണമെന്നും ആ അതിർത്തിയിൽ നിന്ന് ചുരുങ്ങിയത് 5 മീറ്റർ വനഭൂമിയിലൂടെ മാത്രമേ ഫെൻസിംഗ് സ്ഥാപിക്കാവൂ എന്നും ആവശ്യപ്പെട്ടു. ഇത് കൃഷിയും കൃഷിഭൂമിയും നഷ്ടപ്പെടാതെ പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കുമെന്നും നിവാസികൾ അറിയിച്ചു. നമ്മുടെ കൊടുമ്പുഴ എന്ന് പറയുമ്പോൾ ഒരു ട്രൈബൽ കോളനിയാണ്. അവിടെയുള്ള ആദിവാസികളുടെ ഭൂമിയിൽ എന്താ പറയുക ഫെൻസിങ് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക ഈ കൃഷി വെട്ടി നശിപ്പിച്ച് അവർ ഫെൻസിങ് ചെയ്തു. അതിലെല്ലാം നമുക്ക് ആദർശമായി സംഭവിച്ച കാര്യങ്ങളാണ്. അത് കളക്ടറേറ്റിൽ പോയിരുന്നു. പിന്നെ അതുപോലെ DFO സാറിൻ്റെ അടുത്ത് വന്നു. ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അപേക്ഷയും കാര്യങ്ങളും ഇത് നമുക്ക് കൊടുക്കാനുള്ളൂ അപേക്ഷ. ആ അപേക്ഷയിലൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടെങ്കിൽ അത് നടത്തി തരിക. അത് സർക്കാരിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓടക്കയത്ത് ഫെൻസിങ് നടത്തുന്നത് ആദിവാസികളുടെ കൃഷിഭൂമിയിലൂടെയാണ്. അതിൽ ആദിവാസികൾ വളരെ ആശങ്കയിലാണ്. ഈ വിഷയം നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിവേദനം കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ DFO സാറിന് നമ്മൾ നിവേദനം കൊടുത്തു. അപ്പോൾ അത് വളരെ ഉചിതമായ തീരുമാനം പിന്നെ കളക്ടറും പിന്നെ DFO സാറും എടുത്തിട്ടുണ്ട്. അവിടെ കൃഷിഭൂമിയിലൂടെ ഫെൻസിങ് നിർത്തിവെച്ചുകൊണ്ട് അവരെ കൃഷിഭൂമിയും പിന്നെ കൃഷിയെയും പിന്നെ കൃഷിക്കാരെയും അവിടുത്തെ താമസക്കാരെയും സംരക്ഷിച്ചുകൊണ്ട് ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ കൂടെ തന്നെ കൃഷിഭൂമി ഒഴിവാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കി ഇവരെ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് DFO സാറും പിന്നെ കളക്ടർ സാറും തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പിന്നെ തന്ന വിവരം. ഈ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ DFO സാറ് ഞങ്ങളുടെ ആശങ്ക തീർത്തു. ഞങ്ങൾക്ക് ഇത് എല്ലാം നേർവഴിക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശങ്ക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ ഡെപ്യൂട്ടി സാറ് ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് BFP സാർ ചെയ്തു തരുമെന്ന് പറഞ്ഞത് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അത് കൂടാതെ നിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സ്വൈരജീവിതവും ഉറപ്പാക്കണമെന്നും നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. ആദിവാസികൾക്ക് വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷണം ഒരുക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് പുതിയ പദ്ധതി നടപ്പാക്കാമെന്നും കളക്ടർ ഉറപ്പു നൽകി. ചർച്ചയിലും തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും CPI ഊർങ്ങാട്ടിരി ലോക്കൽ സെക്രട്ടറി VK ബഷീർ, ഷീലാകുമാരി, ബാബു അട്ടപ്പാടി, സുനി കൊടുമ്പുഴ, ജയൻ കൊടുമ്പുഴ, ശാരദ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.